നമസ്കാരം. പ്രധാന വാർത്തകൾ. രാസലഹരി കേസ് തൊപ്പിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. രാസലഹരി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. നിഹാദിന്റെ സുഹൃത്തുക്കളായ 3 യുവതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരും. NDPS നിയമമനുസരിച്ച് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തൊപ്പിയുടെയും സുഹൃത്തുക്കളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ. ADMന്റെ മരണം. കണ്ണൂർ കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ആദ്യ മൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നതോടെയാണ് വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. നവീൻ ബാബു യാത്രയപ്പിന് ശേഷം ചേംബറിലെത്തി തെറ്റുപറ്റിയെന്ന് പറഞ്ഞിരുന്നതായി ആദ്യ മൊഴിയിലുണ്ട്. എന്നാൽ എന്താണ് പറ്റിയ തെറ്റ്, ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത്. ഒടുവിൽ ആശ്വാസം. പ്രാർത്ഥനകൾ ഫലം കണ്ടു. 3 സ്ത്രീകളെയും കണ്ടെത്തി. കോതമംഗലത്ത് പശുവിനെ തിരഞ്ഞ് കാട്ടിനുള്ളിൽ പോയി വഴിതെറ്റിയ 3 സ്ത്രീകളെയും കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മാളേക്കുടി മായാജയൻ, കാവുമ്പടി പാറുക്കുട്ടി, കുഞ്ഞുമോൾ, പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് കുട്ടമ്പുഴ വനത്തിനകത്ത് 6 കിലോമീറ്റർ അകലെ അറക്കമുത്തി എന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തിയത്. 3 പേരും സുരക്ഷിതരെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും DFO അറിയിച്ചു. കുട്ടമ്പുഴ അട്ടിക്കളം വനമേഖലയിലേക്ക് കയറിപ്പോയ മായയുടെ പശുവിനെ ബുധനാഴ്ചയാണ് കാണാതായത്. പശുവിനെ തിരക്കി മൂവരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കാട്ടിനുള്ളിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഇവരെ കാണാതാവുകയായിരുന്നു. നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് മറിഞ്ഞു. കിടന്നുറങ്ങിയ യുവതിക്ക് ദാരുണാന്ത്യം. ചിറ്റൂരിൽ ബസ് സ്റ്റോപ്പിൽ കിടന്ന യുവതിക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മൈസൂർ സ്വദേശി പാർവതിയാണ് മരിച്ചത്. പാർവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതേസമയം അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേർത്തലയിൽ അപകടം. 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. KSRTC ബസ്സിടിച്ചാണ് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചത്. ചേർത്തല നെടുമ്പർക്കാട് പുതുവയൽ നികർത്തിൽ നവീൻ, സാന്ദ്ര നിവാസിൽ ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപം പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. KSRTC ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും.